ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രാചീൻ ഭാരതീയ ആര്യഭാഷകളെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഇതിനകത്ത് നമ്മൾ മധ്യകാലീന ഭാരതീയ ആര്യഭാഷയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. മധ്യകാലീന ആര്യഭാഷകളെ മൂന്നായി തരംതിരിക്കാം: പാലി, പ്രാകൃത്, അപഭ്രംശ്. പാലിയെ മറ്റൊരു തരത്തിൽ നമ്മൾ പറയുന്നുണ്ട്: പ്രഥം പ്രാകൃതിയ പാലി, ദ്വിതീയ പ്രാകൃതിയ സാഹിത്യക് പ്രാകൃത്, തൃതീയ പ്രാകൃതിയ അപഭ്രംശ്. ഇതിൻ്റെ മറ്റൊരു പേരുകളെ PYക്ക് ചോദിച്ചിട്ടുണ്ട്. ദ്വിതീയ പ്രാകൃതം എന്ന് പറയുന്നത് ഏത് ഭാഷയാണ്, അല്ലെങ്കിൽ തൃതീയ പ്രാകൃതം എന്ന് പറയുന്നത് ഏത് ഭാഷയാണ്, പ്രഥം പ്രാകൃതം എന്ന് പറയുന്നത് ഏത് ഭാഷയാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായി അറിഞ്ഞിരിക്കണം. പ്രഥം പ്രാകൃതിയ പാലി, ദ്വിതീയ പ്രാകൃതിയ സാഹിത്യക് പ്രാകൃത്, തൃതീയ പ്രാകൃതിയ അപഭ്രംശ്. അടുത്തത് പാലിയുടെ ഒരു ഉപയോഗം, പാലിയുടെ രൂപം നമുക്ക് എവിടെ കിട്ടുന്നത് വെച്ചാൽ ബൗദ്ധ സാഹിത്യങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. പാലി കാ പ്രയോഗ പ്രാചീൻ ബൗദ്ധ സാഹിത്യമേ മിൽത്താ ഹെ. ഇനി പാലി ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ജോ ബുദ്ധവചനോ കാ പാലൻ കർത്തി ഹെ ഉൻകി രക്ഷാ കർത്തി ഹെ വഹ് പാലി ഹെ. ആരാണ് ബുദ്ധവചനങ്ങളെ അനുസരിക്കുന്നത് അല്ലെങ്കിൽ പാലനം ചെയ്യുന്നത്, പാലിക്കുന്നത്, അതിനെയാണ് നമ്മൾ പാലി എന്ന് പറയുന്നത്. ഇനി ഈ ഭാഷ, പാലി എന്ന് പറയുന്ന ഒരു ഭാഷയായിട്ടാണ് നമ്മൾ പറയുന്നത്. ഭാഷാക്കെ അർത്ഥമേ പാലി ശബ്ദ കാ പ്രയോഗ ഹർദേവ് ബാഹരി के अनुसार आचार्य बुद्ध घोष ने 5वीं सदी में സർവപ്രഥം പ്രയോഗ ചെയ്യാതെ. ഹർദേവ് ബാഹരിയുടെ അഭിപ്രായത്തിൽ പാലി ശബ്ദ എന്ന് പറയുന്ന പാലി ഭാഷയെ സർവപ്രഥം ഭാഷയുടെ രൂപത്തിൽ ഉപയോഗിച്ചത് ബുദ്ധഘോഷാണ്. അതായത് ഹർദേവ് ബാഹരി പറയുന്നത് പാലി ഭാഷയെ ഭാഷയുടെ അർത്ഥത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് ആചാര്യ ബുദ്ധഘോഷാണ്. ഇനി പാലി ഭാഷകളെ നമുക്ക് അധ്യയനം ചെയ്യണമെങ്കിൽ അധ്യയൻ കാ പ്രമുഖ ആധാർ എന്ന് പറയുന്നത് ത്രിപീഠകമാണ്. പാലി ഭാഷ കാ പ്രമുഖ അധ്യയൻ കാ ആധാർ ഹെ ത്രിപീഠക. ത്രിപീഠക പ്രധാനപ്പെട്ട ഒരു ബൗദ്ധ ഗ്രന്ഥമാണ്. ആ ത്രിപീഠക നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് പാലി ഭാഷയുടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പാലി ബൗദ്ധ സാഹിത്യക്ക് ഭാഷ ഏതെന്ന് ചോദിച്ചാൽ പാലി. പാലി ശബ്ദ का अर्थ എന്തെന്ന് ചോദിച്ചാൽ जो बुद्धवचनों का पालन करता है उसे पाली कहता है. ഈ പ്രഥം പ്രാകൃത് എന്ന് പറയുന്ന ഭാഷ ഏതാണ്? പാലി. ദ്വിതീയ പ്രാകൃത് എന്ന് പറയുന്ന ഭാഷ ഏതാണ്? തൃതീയ പ്രാകൃതം എന്ന് പറയുന്ന ഭാഷ ഏതാണ്? അതൊക്കെ ഒന്ന് നമുക്ക് ഓർമ്മിച്ച് നോക്കാം. ഇനി ഭാഷാക്കെ അർത്ഥമേ പാലി ശബ്ദ പ്രയോഗം ആദ്യമായിട്ട് ആരാണ് പറഞ്ഞത്, അത് ആരുടെ അഭിപ്രായത്തിലാണ് എന്നുള്ളതും നമുക്ക് ഓർമ്മിക്കാം. ഹർദേവ് ബഹരിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് ബുദ്ധഘോഷാണ് ആദ്യത്തെ ഭാഷയുടെ അർത്ഥത്തിൽ പാലി ശബ്ദ പ്രയോഗം ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഈ പാലി ഭാഷയൊക്കെ പ്രമുഖ അധ്യയനക്ക് ആധാർ ഏതെന്ന് ചോദിച്ചാൽ അത് ത്രിപീഠകമാണ്. താങ്ക് യു. അടുത്തത് നമുക്ക് പ്രാകൃത ഭാഷയെ പറ്റി നോക്കാം. പ്രാകൃത ഭാഷയെപ്പറ്റി രാജശേഖർ എന്ന് പറയുന്ന ഒരു വിദ്വാൻ പറഞ്ഞിരിക്കുന്നത്, പ്രാകൃത ഭാഷ സംസ്കൃത ഭാഷ കർക്കശ് और പ്രാകൃത ഭാഷ സുകുമാർ ഹെ. സംസ്കൃത ഭാഷ കർക്കശ് और പ്രാകൃത ഭാഷ സുകുമാർ ഹെ എന്നാണ് രാജശേഖർ പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രാകൃത ഭാഷ के संबंध में राजशेखर का कथन है, संस्कृत भाषा कर्कश और प्राकृत भाषा सुकुमार है. അത് ചോദിക്കാൻ ക്വസ്റ്റ്യൻ ആണ്. സംസ്കൃത ഭാഷ കർക്കശ് और പ്രാകൃത ഭാഷ സുകുമാർ ഹെ കിസ്ക കഥൻ ഹെ എന്ന് ചോദിച്ചാൽ രാജശേഖർ എന്നാണ് ആൻസർ എഴുതേണ്ടത്. അടുത്തത് ഭരതമുനി ने नाट्यशास्त्र में 7 प्राकृतों का उल्लेख किया है. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിനെ കിത്തനെ പ്രാകൃതം കാ ഉല്ലേഖ. ഭരതമുനി പ്രധാനപ്പെട്ട ഒരു ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം എത്ര പ്രാകൃതം ഉണ്ടെന്നുള്ളത് क्वेश्चन വരാവുന്നതാണ്. भरतमुनि 7 प्राकृतों का उल्लेख किया है. അടുത്തത് വരരുചി ने अपने प्राकृत प्रकाश के 9 परिच्छेद में ഭാഷ का व्याकरण लिखा है. അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് നോക്കേണ്ടത് വരരുചി അദ്ദേഹത്തിൻ്റെ പ്രാകൃത പ്രകാശ് എന്ന് പറയുന്ന ഒരു രചന എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. വരരുചി പ്രാകൃത പ്രകാശ്. ഇപ്പോൾ പ്രാകൃത പ്രകാശ് കെ രചനാക്കാർ കോൺ ഹെ എന്ന് ചോദിച്ചാൽ വരരുചി. പ്രാകൃത പ്രകാശ് കെ രചനാക്കാർ വരരുചി. അത് മാത്രം ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് ആയിട്ടുള്ളൂ. അടുത്തത് गौड़ देश की प्राकृत गौड़ी कही गई है जो मूलतः മഗധി का ही दूसरा नाम है. മഗധിയുടെ ദൂസര നാം എന്ന് പറയുന്നത് ഗൗഡി എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട്. साहित्यिक महत्ता की दृष्टि से
പ്രാകൃത് के 5 പ്രമുഖ ഭേദ है. അതായത് പ്രാകൃതത്തിന് 5 പ്രമുഖ ഭേദ है. ഏതൊക്കെയാണ്? ശൗരസേനി, അർദ്ധമാഗധി, മാഗധി, മഹാരാഷ്ട്രി और പൈശാചി. ശൗരസേനി പ്രാകൃത്, അർദ്ധമാഗധി പ്രാകൃത്, മാഗധി പ്രാകൃത്, മഹാരാഷ്ട്രി പ്രാകൃത് और പൈശാചി പ്രാകൃത്. ശൗരസേനിയിൽ പറയുന്നത് व्याकरणिक रूपों की दृष्टि से शौरसेनी में संस्कृत का अनुसरण पाया जाता है, इसलिए विद्वानों ने शौरसेनी को संस्कृति की उत्तराधिकारिणी कहा है. शौरसेनिയെ संस्कृति की उत्तराधिकारिणी എന്നാണ് പറയുന്നത്. അപ്പോൾ സംസ്കൃതിക്ക് ഉത്തരാധികാരിണി കിസ് ഭാഷ ഹെ എന്ന് ചോദിച്ചാൽ ശൗരസേനി എന്നാണ് ആൻസർ ചെയ്തേണ്ടത്. സംസ്കൃതിക്ക് उत्तराधिकारिणी किस भाषा को कहा है? शौरसेनी को कहा है. ഇനി വരുന്ന അർദ്ധമാഗധിയിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് अर्धमागधी എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രം എന്നത് शौरसेनी और मागधी के बीच पड़ता है, इसलिए इसमें दोनों के लक्षण मिलते हैं. मुख्यतः यह काशी कौशल प्रदेश की भाषा. കാശിയുടെ ഇവിടെ പ്രദേശങ്ങളിലുള്ള ഭാഷയാണിത് അർദ്ധമാഗധി എന്ന് പറയുന്നത്. ശൗരസേനിയുടെയും മാഗധിയുടെയും ഇടയ്ക്കിലാണ് ഈ ഒരു ഭാഷ സംസാരിക്കുന്നത് വരുന്നത്. जैन आचार्यों ने अर्थमागधी को आर्षा, आर्षी आदि भाषा नामों से अभिहित किया गया है तथा इसी भाषा में शास्त्रों की रचना की है. അപ്പോൾ ഈ അർദ്ധമാഗധിയെ നമ്മൾ ആർഷ, ആർഷി, ആദിഭാഷ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ചോദിക്കാം, ആർഷ, ആർഷി, ആദിഭാഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഷ ഏതെന്ന് ചോദിച്ചാൽ അർദ്ധമാഗധിയാണ്. ഇപ്പോൾ അടുത്തത് സംസ്കൃത നാടകങ്ങളായ മുദ്രാരാക്ഷസ്, പ്രബോധ ചന്ദ്രോദയ തുടങ്ങിയ നാടകങ്ങളിൽ അർദ്ധമാഗധിയുടെ പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സംസ്കൃത നാടകങ്ങളായ മുദ്രാരാക്ഷസ്, അതിൻ്റെ രചനാക്കാർ ആരാണ്? വിശാഖദത്ത്. പ്രബോധ ചന്ദ്രോദയ തുടങ്ങിയ ഭാഗത്തിൽ നമുക്ക് അർദ്ധമാഗധിയുടെ പ്രയോഗവും കാണാൻ കഴിയുന്നുണ്ട്. ഇനി മാഗധിയുടെ കാര്യങ്ങൾ ചോദിച്ചു നോക്കുകയാണെങ്കിൽ മാഗധിക്കോ ഗൗഡി ഭി कहते हैं. മാഗധിയുടെ മറ്റൊരു പേരാണ് ഗൗഡി. പൈശാചി പ്രാകൃത്. പ്രാകൃതിൻ്റെ 5 പ്രമുഖ ഭേദങ്ങളായ അവസാനത്തെ ഭേദമാണ് പൈശാചി പ്രാകൃത്. പൈശാചി പ്രാകൃതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഭൂതഭാഷ, ഗ്രാമ്യഭാഷ, ചൂലിക, പൈശാചിക. ചൂലിക, പൈശാചിക. അപ്പോൾ ചോദിക്കാൻ ക്വസ്റ്റ്യനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഭൂതഭാഷ और ग्राम्य नाम से अभिहित करने वाली भाषा ഏതെന്ന് ചോദിച്ചാൽ പൈശാചി പ്രാകൃതാണ്. പൈശാചി പ്രാകൃത് को चूलिका, പൈശാചിക, भूत भाषा और ग्राम्य भाषा भी कहा गया है.